എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ പറാട്ടയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പറാട്ടയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പറാട്ടയായിരിക്കും. എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ പറാട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പനീർ പറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവും കൂടി എടുത്തിട്ടുണ്ട്. മൈദയും ഗോതമ്പ് മാവും സമമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഗോതമ്പ് മാവ് മാത്രം വെച്ചിട്ട് വേണമെങ്കിലും ഈ പറാട്ട ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഈ ഓയിൽ എല്ലായിടത്തും യോജിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമാണെങ്കിൽ ബട്ടർ വേണമെങ്കിലും ഓയിൽ പകരമായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും മതിയാകും. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഉപ്പ് ചേർത്ത വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മാവിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കണം. ശരിക്കും നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ വേണം ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇത് ഞാൻ ഒഴിച്ച് കുഴച്ചെടുത്ത ശേഷം പറയാം എനിക്ക് എത്ര വെള്ളം ഇതിനായിട്ട് വേണ്ടി വന്നു എന്നുള്ളത്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മൈദാമാവിന് പകരം ഈ ഗോതമ്പ് മാവ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഇത് കുഴയ്ക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും ഈ പൊറോട്ട. ഞാനിവിടെ വെള്ളം എടുത്തതിൽ 1/4 കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളത്. അപ്പം ഞാൻ ഇനി ഇത് പാത്രം മൂടി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് മാറ്റി വെക്കുകയാണ്. കാരണം 15-20 മിനിറ്റെങ്കിലും നമ്മൾ മാറ്റി വെച്ചാൽ മാത്രമേ നല്ല മയത്തിന് നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിനി പനീർ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 200 ഗ്രാമിൻ്റെ പനീറാണ് എടുക്കുന്നത്. അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ശരിക്കും ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു പൊറോട്ട കഴിക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന പനീറിന് പകരമായിട്ട് നമുക്ക് മൊസറല്ല ചീസ് വേണമെങ്കിൽ അങ്ങനെയും ഇട്ട് ചെയ്യാം. പക്ഷേ ചീസ് ഇടുന്നതിൽ നിന്നും കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് ഈ പനീർ ഇട്ടുണ്ടാക്കിയപ്പോൾ ഫീൽ ചെയ്തു. അപ്പം നമുക്ക് ആവശ്യമുള്ള പനീർ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ കസൂരി മെത്തി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കസൂരി മെത്തി എന്ന് പറയുമ്പോൾ ഉലുവയില പൊടിച്ചതാണ്. നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണ്. ഒന്നും കൂടി ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കണം. ഇതിനെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ ബോൾസ് ആക്കി മാറ്റി വെക്കാം. ഞാൻ അത്യാവശ്യം വലിപ്പത്തിലുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈസിനാണ് ഞാൻ മാവ് എടുക്കുന്നത്. ഈ ഒരു അളവിൽ നമുക്ക് 4 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിത് പരത്തി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് ഈ പരത്തുന്ന പലകയിലേക്ക് കുറച്ച് ഗോതമ്പ് മാവോ മൈദ മാവോ ഒന്ന് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം ഈ ഓരോ ഉരുള എടുത്ത് ഈ പലകയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാണ്. ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കും. മെൽറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാകും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എത്ര ബട്ടർ ചേർക്കണം എന്നുള്ളത്. ഇനി നമ്മൾ ഈ 2 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കും. കണ്ടോ, ഇതുപോലെ കണ്ടല്ലോ. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ
ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പനീറിൻ്റെ കൂട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുക്കും. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ശരിക്കും നമ്മളിത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ, ഇത് മാത്രം കഴിച്ചാൽ മതി. കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ ഈ 2 സൈഡും സെൻറ്ററിലേക്ക് കൊണ്ടുവയ്ക്കും. കണ്ടോ ഇങ്ങനെ. അതായത് ഒരു പീസിന് ഓവർലാപ്പ് ചെയ്തിരിക്കും മറ്റേ പീസ്. കണ്ടോ ഇതുപോലെ കണ്ടല്ലോ. ഇനി നമ്മൾ ഒരു ഫോർക്ക് കൊണ്ട് ഈ 2 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ പ്രസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റിക്കി ആയിട്ട് അവിടെ അങ്ങ് ഇരുന്നോളും. കണ്ടോ ഇതിപ്പം നല്ല സ്റ്റിക്കി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ സെൻറ്ററിലും നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 2 സൈഡും ഇതുപോലെ ഒന്ന് ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം എല്ലാം സീലായിട്ടുണ്ട്. മറുവശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് ഫില്ല് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ഈ മാവുണ്ടല്ലോ ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണേ. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കരിഞ്ഞു പോകും. ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഓയിലിനെക്കാളും കുറച്ചുകൂടി നല്ലത് ബട്ടർ ആയിരിക്കും. ടേസ്റ്റ് കൂടുതൽ ബട്ടറാണ്. ഒരു സൈഡ് ഒന്ന് റെഡിയാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് വെന്ത ശേഷം നമ്മൾ ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇരിക്കുന്ന പൊറോട്ട എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പനീർ പറാട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും അതല്ലെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ചൂടാണ്. കണ്ടോ ഇതുപോലെയാണ് ഈ പൊറോട്ട ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ മക്കൾക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പൊറോട്ട. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബാഗ് തിരിച്ചിട്ട് വയ്ക്കോ. ഇപ്പൊ അടി ഉണ്ടാക്കേ. അടി നടയുന്ന നമുക്ക്